ഹലോ എവരിവൺ, IVF ജേർണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് IUI ഒക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പോട്ടിങ് ഓർ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അന്ന് വൈകുന്നേരം, ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ഉണ്ടാകാറുണ്ട്. ചെറിയ പീരീഡ്സ് പോലെയുള്ള ചെറിയ സ്പോട്ടിങ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, ഇത് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, അത് ഇത് വല്ല ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ബ്ലീഡിങ് ആണോ, പീരീഡ്സ് ആകാൻ പോവുകയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ വീഡിയോകൾ അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കുള്ള ടിപ്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഈ ചാനലിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ വീഡിയോസ് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നു. IUI എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, അതായത് ചെറിയ ഫീമെയിൽസിൻ്റെ ഭാഗത്ത് ചെറിയ ഓവുലേഷൻ തകരാറുകളോ ചെറിയ രീതിയിലുള്ള തകരാറുകളോ ഉള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ മെയിൽസിന് മോട്ടിലിറ്റി പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് ആണ് മെയിനായിട്ട് IUI ചെയ്യുന്നത്. IUI എന്ന് പറയുമ്പോഴത്തേക്കും ഫീമെയിൽസിന് ഓവുലേഷൻ നടക്കാനുള്ള മെഡിസിൻസ് എല്ലാം കൊടുത്ത ശേഷം IUI ഫോളിക്കിൾ ഗ്രോത്ത് എല്ലാം നോക്കി അത് ഓവുലേഷൻ നടന്നു എന്ന് കൺഫേം ചെയ്ത ശേഷം IUI ഡേയിൽ ഫിക്സ് ചെയ്യുന്നു. അന്നേ ദിവസം ഹസ്ബൻഡായിട്ട് വന്ന് ഹസ്ബൻഡിൻ്റെ നമ്മുടെ സെമൻ കൊടുത്തിട്ട് സെമൻ വാഷ് ചെയ്തിട്ട് അതിൽ നല്ല ചലനശേഷിയുള്ള വേഗത്തിൽ അണ്ടത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്ന ബീജങ്ങൾ മാത്രമായിട്ട് എടുത്തിട്ട് ഒരു കത്തീഡ്രലിലാക്കുന്നു. ഈ കത്തീഡ്രലിലാക്കിയ ശേഷം ഫീമെയിൽസിൻ്റെ യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്നതാണ് IUI എന്ന് പറഞ്ഞ പ്രൊസീജിയർ. അപ്പോൾ യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുമ്പോഴത്തേക്കും ഒരു സ്പെക്കുലർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സെർവിക്സ് അല്പം ഓപ്പൺ ചെയ്ത് വെച്ച ശേഷം നമ്മുടെ കത്തീഡ്രലിൻ്റെ സഹായത്തോടെ ഈ സ്പേംസിനെ നമ്മുടെ യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർക്കല്ല മിക്ക ആൾക്കാർക്കും ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ക്രാംസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ ഈ കത്തീഡ്രൽ കയറ്റുമ്പോഴത്തേക്കും നമ്മുടെ യൂട്രസിനകം എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്സ് വജൈനയുടെ ഭാഗം എന്നൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ അവിടെ ഒന്ന് എന്താ പറയുക, അതിന് ചെറിയ വേരിയേഷൻ സംഭവിക്കുക, അതിന് ചെറിയ എന്താ പറയുക ക്രാംസ് ഒക്കെ സംഭവിച്ചിട്ട് ചില ആൾക്കാർക്ക് അതിൻ്റെ ഫലമായിട്ട് ഇത് കഴിഞ്ഞ ഉടനെ ഒരു സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ഹെവി ബ്ലീഡിങ് അല്ല, പീരീഡ്സ് പോലത്തെ ബ്ലീഡിങ് അല്ല, ചെറിയ കറ പോലെയൊക്കെ 2-3 തുള്ളികളൊക്കെ വരത്തുള്ളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ചില ആൾക്കാർക്ക് ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മിക്കവർക്കും തന്നെ ക്രാംസ് ഉണ്ടാകാനുണ്ട്. അപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന എന്തായാലും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങോ അല്ല, പീരീഡ്സോ അല്ല. അത് ഈ പ്രൊസീജിയറിൻ്റെ ഫലമായിട്ട് നമ്മുടെ സെർവിക്സ് വജൈനയ്ക്ക് ഭാഗമായിട്ട് സംഭവിച്ച ചെറിയ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മൂലം ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ സ്പോട്ടിങ് ഓർ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അത് ബ്ലീഡിങ് ആയിട്ട് പീരീഡ്സ് ബ്ലീഡിങ് പോലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഇമ്മീഡിയറ്റ് ആയിട്ട് സമീപിക്കേണ്ടതാണ്. ഡോക്ടർ അതിനുള്ള മെഡിസിൻസ് എന്തായാലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പിന്നെ IUI എല്ലാം കഴിഞ്ഞ് IUI എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്പേംസിനെ കൊണ്ടുപോയിട്ട് യൂട്രസിലേക്ക് ഇടുന്ന പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞ് ഉടനടി എന്തായാലും ഇംപ്ലാന്റേഷൻ നടക്കില്ല. അത് കഴിഞ്ഞ് ഒരു 1 വീക്കിനുള്ളിൽ 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുക. അപ്പോൾ അതിനുശേഷം ആയിരിക്കും നിങ്ങൾക്ക് സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുക. അപ്പോൾ അതിനുശേഷം IUI കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് കാണുന്ന, അതായത് നമ്മുടെ പീരീഡ് ഡേറ്റിനോട് അടുത്ത് കാണുന്ന സ്പോട്ടിങ് ആണെങ്കിൽ മാത്രമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, IUI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് തന്നിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ്. നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള സപ്പോർട്ട് സക്സസ് റേറ്റ് കൂട്ടുന്നതിന് ഡോക്ടർ എന്തായാലും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഹോർമോണൽ ഇംബാലൻസ് ഒന്നും ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല, പീരീഡ്സ് ഉണ്ടാകില്ല. അപ്പോൾ ഇത് കഴിക്കുമ്പോഴും നിങ്ങൾക്ക് കഴിച്ചുകൊണ്ട സമയത്ത് ചെറിയ സ്പോട്ടിങ് ഉണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബോഡി ഒന്ന് പ്രത്യേകമായിട്ട് കെയർ ചെയ്യുക. പിന്നെ ഈ മെഡിസിൻ നിർത്തി വിത്തിൻ 1 വീക്കിനുള്ളിലാണ് നോർമലി പീരീഡ്സ് വരിക. അപ്പോൾ മെഡിസിൻ നിർത്തി നോർമലി ഒരു 2-3 ഡേയ്സിനുള്ളിൽ എല്ലാവർക്കും തന്നെ പീരീഡ്സ് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പീരീഡ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കിയോണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. റിസൾട്ട് ആക്യുറേറ്റ് ആകണമെങ്കിൽ ഇത്രയും ദിവസം തന്നെ വെയിറ്റ് ചെയ്യുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ പ്രൊസീജിയർ മൂലമാണ് ഇങ്ങനെ ക്രാംസും സ്പോട്ടിങ്ങും എല്ലാം ഉണ്ടാകുന്നത്. അതിൽ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.